ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പല കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു, പല ലോ സൂട്ട്സ് വർ ഫൈൽഡ്. ഇൻഫാക്ട് ഈ പടത്തിന്റെ മീഡിയ സ്ക്രീൻ വരെ ക്യാൻസൽ ആയി പോയായിരുന്നു. എന്നിട്ടും ഐ ടുക്ക് ദ റിസ്ക്. യെസ് ഗൈസ്, അങ്ങനെ ഞാൻ കണ്ടു രൺവീർ സിംഗിന്റെ ദുരന്തർ, ഡയറക്റ്റഡ് ബൈ ആദിത്യധർ. ഇൻഫാക്ട് ഞാൻ ഈ പടം കാണാൻ പോണതിന് മുമ്പ് ഭയങ്കര സ്കെപ്റ്റിക്കലായിരുന്നു. 3.5 മണിക്കൂർ, അതും ഒരു ബോളിവുഡ് മൂവി. ബോളിവുഡ് മൂവി അറിയാലോ അവസ്ഥ എന്താണെന്ന്. ഏഹ് ഇത്ര നാളായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്ത, ഒരു ക്വാളിറ്റി കണ്ടന്റ് ഇല്ലാത്ത രീതിയിലായിരുന്നു അവർ പടങ്ങളൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്നത്. ബട്ട് ഈ ഫിലിമിന്റെ ടീസർ ആൻഡ് ട്രെയിലർ കുറച്ച് പ്രതീക്ഷ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പടം കാണാൻ പോയത്. പക്ഷെ പ്രതീക്ഷ ഒട്ടും തെറ്റിച്ചിട്ടില്ല. ദുരന്തർ വാസ് ഫയർ. ഒന്നും പറയാനില്ല, ഇറ്റ് വാസ് ഫയർ. ഇൻഫാക്ട് ഈ മൂവിയുടെ ഏറ്റവും എടുത്തു പറയുന്നത് ഈ മൂവിയുടെ എല്ലാ ലീഡ് ആക്ടേഴ്സിന്റെയും പെർഫോമൻസ് ആണ്. രൺവീർ സിംഗിന്റെ, അക്ഷയ് ഖന്നയ്ക്ക് ശരിക്കും എന്ത് അണ്ടർ റേറ്റഡ് ആണ് എന്നറിയണമെങ്കിൽ ഈ പടം തന്നെ കാണണം. പിന്നെ സഞ്ജയ് ദത്ത്, എല്ലാവരും ഒന്നിനൊന്ന് പക്കയായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ഈ ഫിലിമിന്റേത്. പെർഫോമൻസ് മാത്രമല്ല, ഈ ഫിലിമിന്റെ സിനിമാറ്റോഗ്രഫി, ഡയറക്ഷൻ, മ്യൂസിക്കും എടുത്തു പറയണം. മ്യൂസിക് വാസ് ഡൺ ബൈ ശശ്വത് സച്ദേവ്. പുള്ളി പക്കയായിട്ടാണ് ഇതിന്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ സീൻസിൽ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. ഓൾസോ ഇതിന്റെ ആ ഒരു വേൾഡ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പർബ് ആയിരുന്നു. ഇതിന്റെ അത് എടുത്തു പറയേണ്ടത് വേറൊരു കാര്യം, ഇതിന്റെ അത് ഫ്ലിപ്പറാച്ചിയുടെ ഒരു സോങ് ഇവര് ഒരു സീനിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പർബ് ആയിട്ടാണ് അവർ ആ സീൻ കൊണ്ടുവന്നിരുന്നത്. ഓൾസോ ഹനുമാൻ കൈന്റെ റാപ്പിംഗ് ചില സോങ്സിന്റെ ഇടയിൽ ഇങ്ങനെ വരുന്നുണ്ട്, അതൊക്കെ പക്ക ബ്ലെൻഡ് ആയിരുന്നു. ഇൻഫാക്ട് ഒരു 3.5 മണിക്കൂർ പടം ഓഡിയൻസിനെ എൻഗേജ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര കാര്യമാണ്. ഓൾസോ ദുരന്തർ ആണ് ഇന്ത്യൻ ഫിലിമിലെ ഏറ്റവും ലോങ്സ്റ്റ് മൂവി. ഈ പടത്തിനകത്ത് കുറച്ച് വയലൻസ് ഉണ്ട്. യെസ്, ആക്ഷൻ കോറിയോഗ്രഫിയും പരിപാടിയൊക്കെ പക്കയായിരുന്നു. സർട്ടിഫൈഡ് മൂവിയാണ്. വയലൻസിന് വേണ്ടി വയലൻസ് കൊണ്ടുവന്നേക്കുന്നതല്ല, വയലൻസ് വേണ്ടടുത്ത് മാത്രമേ അവർ വയലൻസ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ പടം ഒരു ജോൺറ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നടന്നിട്ടുള്ള പല ടെററിസ്റ്റ് അറ്റാക്സിന്റെ ഒരു ഫിക്ഷണൽ ടേക്ക് ആണ് ദുരന്തർ എന്ന് പറയുന്ന മൂവി. ചില സ്ഥലങ്ങളിൽ കുറച്ച് ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇതിൻ്റെ അകത്ത് ലവ് ട്രാക്ക് ഉണ്ട്. ആ ലവ് ട്രാക്ക് വരുന്ന സമയത്ത് മൂവി ഹൈ പേസ് ചെയ്യുന്ന മൂവി ചെറുതായിട്ടൊന്ന് താഴോട്ട് വരും. ബട്ട് ഈ ലവ് ട്രാക്കും ആ പടത്തിന് ആവശ്യമുള്ളതാണ്. ആ ഒരു സ്റ്റോറിയോട് തന്നെ ചേർന്നിട്ടാണ് ഈ ലവ് ട്രാക്ക് പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ ബോർന്നല്ല, ഇറ്റ് വാസ് സ്റ്റിൽ ഗുഡ്. പിന്നെ ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ മാത്രം ചെറിയ ഒരു അണ്ടർവെൽമിങ് ക്ലൈമാക്സ് ആയിരുന്നു. ബട്ട് അത് ആ പടത്തിന്റെ ഓവറോൾ എക്സ്പീരിയൻസിനെ ബാധിക്കുന്നില്ല. അതൊരു അതിന്റെ സെക്കൻഡ് പാർട്ടിലോട്ടുള്ള ഒരു ഇതായതുകൊണ്ടാവാം, എൻട്രി ആയതുകൊണ്ടാവാം അത്ര നോർമൽ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് കൊടുത്തത്. സോ ടു എൻഡ്, ദുരന്തർ ആക്ച്വലി ഡെലിവേഴ്സ്. നൈസ്, പക്ക മൂവി ആയിരുന്നു. ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. 3.5 മണിക്കൂർ ഉണ്ടെങ്കിലും ആ 3.5 മണിക്കൂറും എൻഗേജിങ് തന്നെയായിരുന്നു. സോ ദാറ്റ്സ് ദുരന്തർ ഫോർ യു. ടേക്ക് കെയർ.